നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പാലക്കാട് KSU നടത്തിയ SP ഓഫീസ് മാർച്ചിൽ സംഘർഷം. മാർച്ച് നടത്തിയത് പോലീസ് പീഡനമാരോപിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. UDF അധികാരത്തിൽ വന്നാൽ ചില പോലീസുകാർ അഴിയെണ്ണിയും അലഞ്ഞുതിരിഞ്ഞും നടക്കേണ്ടി വരുമെന്ന് KPC അംഗം റിജിൽ ചന്ദ്രൻ മാക്കുറ്റി. ഷൊർണൂർ കുളപ്പള്ളി പാതയിലെ അറ്റകുറ്റപ്പണികളിൽ വലിയ അപാകതയെന്ന പരാതി. ആരോപണമുന്നയിച്ച് നഗരസഭ BJP കൗൺസിലർമാർ രംഗത്ത്. ഷൊർണൂരിലെ ജനങ്ങളോട് MLA മറുപടി പറയണം. പ്രവൃത്തികൾ ഈ രീതിയിൽ മുന്നോട്ടു പോവുകയാണെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് BJP നേതൃത്വം നൽകുമെന്നും മുന്നറിയിപ്പ്. 10 വർഷം കൊണ്ട് കേരള പോലീസ് സംവിധാനം തകർന്നുവെന്ന് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് പാർട്ടിക്കാരുടെ ഏറാമൂലികളായി മാറി. പാവങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നീതിയില്ല. ശുചിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും രമേശ് ചെന്നിത്തല. സുരേഷ് ഗോപി MP നിവേദനം വാങ്ങാത്ത സംഭവം. കൈപ്പിഴകൾ ഉയർത്തിക്കാട്ടി കലുങ്ക് വികസന സംവാദത്തിന്റെ പൊലിമ കുറയ്ക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് സുരേഷ് ഗോപി MP. എന്താണ് അധികാരപരിധിയിൽ വെച്ച് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് കൃത്യമായ ധാരണയുണ്ടെന്നും സുരേഷ് ഗോപി MP. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പോലീസ് പീഡനം ആരോപിച്ച് KSU നടത്തിയ പാലക്കാട് SP ഓഫീസ് മാർച്ചിൽ സംഘർഷം. പലതവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വനിതാ പ്രവർത്തകരെ പോലീസ് വലിച്ചിഴച്ചു. UDF അധികാരത്തിൽ വന്നാൽ ചില പോലീസുകാർ അഴിയെണ്ണിയും അലഞ്ഞു തിരിഞ്ഞും നടക്കേണ്ടി വരുമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച KPC അംഗം റിജിൽ ചന്ദ്രൻ മാക്കുറ്റി പറഞ്ഞു. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU പ്രവർത്തകരെ പോലീസ് തെരഞ്ഞുപിടിച്ച് മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയുമാണ്. പിണറായിയുടെ തണലും സംരക്ഷണവും എക്കാലവും ഉണ്ടാകില്ലെന്ന് പോലീസുകാർ ഓർത്തുവെക്കണം. നിയമത്തെയും കാക്കിയെയും ബഹുമാനിക്കുന്നതുകൊണ്ടാണ് ചില പോലീസുകാരും കുടുംബവും നിരത്തിലിറങ്ങി നടക്കുന്നത്. ചവിട്ടിയാൽ കടിക്കാത്ത പാമ്പില്ലെന്ന് പോലീസുകാർ തിരിച്ചറിയണം. രാജ്യദ്രോഹ കുറ്റം ചെയ്തവരെ പോലെയാണ് പോലീസ് സമരക്കാരോട് പെരുമാറുന്നത്. ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുന്നത് വാഴയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണെന്നും റിജിൽ ചന്ദ്രൻ മാക്കുറ്റി പറഞ്ഞു. ഞങ്ങളുടെ ശുചിത്തിനെ നീ കായംകുളത്തുള്ള സമയത്ത് നിന്റെ പോലീസ് ഗുണ്ടകളെ ഉപയോഗിച്ച് നീ തല്ലി. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഇതുപോലെ അപമാനിച്ച് നീ കോടതിയിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, നിനക്കുണ്ട് കുടുംബം, നിനക്കുണ്ട് മക്കള്, നിനക്കും ആളുകളുണ്ട്. ആ രൂപത്തിലേക്ക് ഞങ്ങൾ കൈകാര്യം ചെയ്താൽ നീയും നിന്റെ കുടുംബമൊന്നും തെരുവിലുട്ട പുറത്തു പോകില്ല എന്ന് പറയാൻ കൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഭീഷണിയൊന്നല്ല, സഹിക്കുന്ന അതിലുണ്ട്. ഞങ്ങൾ അങ്ങനെ പോലീസിനെ ആക്രമിച്ചുകൊണ്ട് പോലീസിനെ ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങൾ. പക്ഷേ ചവിട്ടിയാ കടിക്കാതെ പാമ്പില്ല എന്ന് പോലീസുകാരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ക്ഷമിച്ച് സഹിച്ച് ഒരു വേള ആ ക്ഷമ നശിച്ചാൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് നേരിടാൻ പിണറായി വിജയനല്ല, പിണറായി വിജയന്റെ മൂത്താപ്പമാർ വന്നാലും നിങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ലെന്ന് പോലീസുകാരോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇത് വെല്ലുവിളി തന്നെയാണ്. ഇങ്ങനെ ഭയപ്പെട്ട് ഇങ്ങനെ കീഴ്പ്പെട്ടു പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ 3ാം ടേം വരുമെന്ന് നിങ്ങൾ ധരിക്കേണ്ട. ഇതിനൊക്കെ പലിശ സഹിതം, കൂട്ടുപലിശ സഹിതം തിരിച്ചടിച്ചിട്ട് മാത്രമേ ഓരോ KSUക്കാരനും ഓരോ യൂത്ത് കോൺഗ്രസുകാരനും ഉറക്കം വരുമെന്നുള്ളത് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. അതുകൊണ്ട് സമരക്കാർ ഏറെ നേരം കഴിഞ്ഞിട്ടും പിരിഞ്ഞു പോകാത്തതിനെ തുടർന്നാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. നിരവധി തവണ ജലപീരങ്കി ഉപയോഗിച്ചപ്പോഴും പ്രവർത്തകർ ചെറുത്തുനിന്നു. ഒടുവിൽ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെയാണ് വനിതാ പ്രവർത്തക ഗൗജ വിജയകുമാറിന്റെ മുടിക്കുത്തിന് പോലീസ് പിടിച്ച് വലിച്ചിഴച്ചത്. ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷ്, ഗൗജ വിജയകുമാർ, നിതിൻ ഫാത്തിമ, അജാസ് കുഴൽമന്ദം, ഡിജു, ദിലീപ് നെല്ലിയമ്പതി, സ്മിജ രാജൻ, രോഷിത്, അനുജ ഹരിദാസ്, ഗൗരിക എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ കുളപ്പള്ളി പാതയിലെ അറ്റകുറ്റപ്പണിയിൽ വലിയ രീതിയിലുള്ള അപാകതയെന്ന് ആരോപിച്ച് നഗരസഭ BJP കൗൺസിലർമാർ രംഗത്തെത്തി. മാനദണ്ഡങ്ങൾ പാലിക്കാതെ PWD ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണെന്നും കൗൺസിലർമാർ കുറ്റപ്പെടുത്തി. ഷൊർണൂരിലെ ജനങ്ങളോട് MLA മറുപടി പറയണമെന്നും കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ പരാതി ഉയർന്നപ്പോൾ തിരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ ഷൊർണൂരിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഗിമ്മിക്ക് കാണിക്കാൻ വേണ്ടിയാണ് 25 ലക്ഷം രൂപ അനുവദിച്ചത്. പാതയുടെ അറ്റകുറ്റപ്പണിക്കായി നൽകിയ 25 ലക്ഷം രൂപ കടലിൽ കായം കലക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ PWD അധികൃതർ ചെയ്യുന്നതെന്നും BJP കൗൺസിലർമാരായ EP നന്ദകുമാർ, K പ്രസാദ്, ലേഖ രമേശ്, നിഷ ശശികുമാർ എന്നിവർ കുറ്റപ്പെടുത്തി. ഷൊർണൂരിലെ ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കരുതെന്നും
MLAയും PWDയും ഇത് മനസ്സിലാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഷൊർണൂരിലെ ജനങ്ങളുടെ MLA മറുപടി പറയണമെന്നും കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. കുളപ്പള്ളി കൊച്ചിൻപാലം വരെയുള്ള PWD റോഡിൻ്റെ പാച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള അപാകതയാണ് അതിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം PWD നടത്തുന്നത്. ഇതിൽ MLA ഷൊർണൂരിലെ ജനങ്ങളോട് മറുപടി പറയേണ്ടതുണ്ട്. ജനങ്ങളുടെ പരാതി ഉയർന്നപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ അവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ജിമിക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഈ 25 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത്. ഇത്തരം രീതിയിലാണ് പാതയിലെ അറ്റകുറ്റപ്പണികൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് BJP നേതൃത്വം നൽകുമെന്നും കൗൺസിലർമാർ മുന്നറിയിപ്പ് നൽകി. ആ 25 ലക്ഷം രൂപ കടലിൽ കായം കലക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അവിടെ നടത്തുന്നത്. വലിയ പരാതികളാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഇത്തരത്തിലുള്ള ജനങ്ങളുടെ ഷൊർണൂരുകാരുടെ ക്ഷമയെ പരീക്ഷിക്കരുതെന്ന് MLAയും PWDയും മനസ്സിലാക്കിയാൽ നന്ന്. ഈ രീതിയിലാണ് ഇവിടുത്തെ റോഡിൻ്റെ പണി മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകും. ന്യൂസ് സെന്റർ ഷൊർണൂർ. 10 വർഷം കൊണ്ട് കേരള പോലീസ് സംവിധാനം തകർത്തുവെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പോലീസ് പാർട്ടിക്കാരുടെ ഏറാമൂലികളായി മാറി. മുൻപേ പോലീസ് സേന മികച്ചതായിരുന്നു. എന്നാൽ ഇപ്പോൾ പാവങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നീതിയില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും നീക്കം ചെയ്യണമെന്നും ചെന്നിത്തല തൃശ്ശൂരിൽ കൂട്ടിച്ചേർത്തു. ഒരിക്കലുമല്ല. കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും നല്ല പോലീസ് സംവിധാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ പോലീസിന് തന്നെ മാതൃകയായിരുന്നു കേരള പോലീസ്. പക്ഷെ 10 വർഷം കൊണ്ട് പിണറായി ഗവൺമെൻറ് നേതൃത്വത്തിൽ ഈ പോലീസ് സംവിധാനത്തെ മുഴുവൻ തകർത്തിരിക്കുകയാണ്. പോലീസ് പാർട്ടിക്കാരുടെ ഏറാൻമൂളികളായി മാറുന്ന അവസ്ഥ വന്നിരിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ ദുരന്തം. അതുകൊണ്ടാണ് പാവങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയ നീതിയില്ല. നടന്ന് പോലീസ് സ്റ്റേഷനിൽ പോകുന്നവൻ മൂക്കിൽ പഞ്ഞി വെച്ച് തിരിച്ചു വരേണ്ട അവസ്ഥ കേരളത്തിൽ നിന്നുള്ളത്. അതുകൊണ്ടാണ് സനീഷ് കുമാർ MLAയും അതോടൊപ്പം തന്നെ അഷ്റഫ് MLAയും രണ്ടുപേർ നിയമസഭയുടെ കവാടത്തിൽ ഇപ്പോൾ സത്യാഗ്രഹം അനുഷ്ഠിക്കുകയാണ്. കുന്നംകുളത്ത് നടന്ന ദാരുണമായ സംഭവത്തിൽ അതിൽ പ്രതികളെ സുജിത്തിനെ ഭീകരമായി മർദ്ദിച്ച പ്രതികളെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് നമ്മുടെ ആവശ്യം. ഇന്നലെ മുഖ്യമന്ത്രി അത് അംഗീകരിച്ചില്ല. അതുകൊണ്ടാണ് സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചത്. 15 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച കുഴൽമന്ദം പഞ്ചായത്തിലെ ഒടുവൻകാട് റോഡ് നാടിന് സമർപ്പിച്ചു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് റോഡ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ പണി പൂർത്തീകരിച്ച ഒടുവൻകാട് റോഡാണ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. 3 ഘട്ടങ്ങളിലായി 15 ലക്ഷം രൂപ വകയിരുത്തിയാണ് പണി പൂർത്തീകരിച്ചത്. S. സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. കുഴൽമന്ദം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി നാരായണൻ, പഞ്ചായത്ത് അംഗം കൗസല്യ എന്നിവർ സംസാരിച്ചു. P. പങ്കജാക്ഷൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മൂർത്തിയടത്ത് സുധാകരൻ നമ്പൂതിരി ഗുരുവായൂർ മേൽശാന്തിയായി തെരഞ്ഞെടുത്തു. പാലക്കാട് സ്വദേശിയാണ് ഇദ്ദേഹം. ഒക്ടോബർ 1 മുതൽ 6 മാസത്തേക്കാണ് പുതിയ മേൽശാന്തിയെ തെരഞ്ഞെടുത്തത്. മേൽശാന്തി നിയമനത്തിന് യോഗ്യരായ 51 പേരിൽ നിന്നും നറുക്കെടുപ്പിലൂടെയാണ് സുധാകരൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തത്. സർക്കാർ വനിതാ ശിശുവികസന വകുപ്പും ICDS ഒറ്റപ്പാലം അഡീഷണലും സംയുക്തമായി ഷൊർണൂർ നഗരസഭാ തല ന്യൂട്രീഷൻ എക്സിബിഷൻ സംഘടിപ്പിച്ചു. പോഷന്മ എന്ന പേരിൽ നടത്തിയ എക്സിബിഷൻ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയായിരുന്നു എക്സിബിഷൻ. നഗരസഭാ പരിധിയിൽ വരുന്ന അംഗനവാടികളിൽ നിന്നുള്ള 100ഓളം രക്ഷിതാക്കളാണ് എക്സിബിഷനിൽ പങ്കെടുത്തത്. 150ഓളം പോഷകാഹാര വിഭവങ്ങളാണ് രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ പോഷന്മ എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചത്. കൂടുതലും അമൃതം പൊടി ഉപയോഗിച്ച് തയ്യാറാക്കിയ പോഷകാഹാരങ്ങളായിരുന്നു. നേരത്തെ എക്സിബിഷൻ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പത്തിലെ കുട്ടികളെ ശീലിപ്പിക്കുക എന്നുള്ളതാണ് ഈ വാരാചരണത്തിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അത്
വളരെ ഫലപ്രദമായിട്ട് നടപ്പിലാക്കി. സാധാരണ നിലയിൽ ഇങ്ങനൊരു പ്രദർശനം മാത്രം പോരാ, അതിനപ്പുറം വീടുകളിൽ കുട്ടികൾക്ക് അത്തരമൊരു ശീലത്തിലേക്ക് വരാനുള്ള പ്രചോദനം ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണത്തിൻ്റെ ഒരു പ്രദർശനവും അതിൻ്റെ ഭാഗമായിട്ടുള്ള നല്ല ഒരു പ്രചരണവും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്നു. ചടങ്ങിൽ നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിന്ധു അധ്യക്ഷയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KM ലക്ഷ്മണൻ, K കൃഷ്ണകുമാർ, ഫാത്തിമത്തെ ഫർസാന, ഹസീന അഷ്റഫ് എന്നിവർ സംസാരിച്ചു. CDPO ശാന്തകുമാരി സ്വാഗതവും ICD സൂപ്പർവൈസർ AM ബിദ്ദുമോൾ നന്ദിയും പറഞ്ഞു. പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനും വനിതകൾ, കൗമാരക്കാർ, ശിശുക്കൾ എന്നിവരുടെ വളർച്ച, അനീമിയ തടയൽ എന്നിവയാണ് എക്സിബിഷൻ്റെ ലക്ഷ്യം. കവളപ്പാറ 79 നമ്പർ അംഗൻവാടിക്കാണ് എക്സിബിഷനിൽ 1ാം സ്ഥാനം ലഭിച്ചത്. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി MP നിവേദനം വാങ്ങാത്ത സംഭവം. കൈപ്പിഴകൾ ഉയർത്തിക്കാട്ടി കലുങ്ക് വികസന സംവാദത്തിൻ്റെ പൊലിമ കുറയ്ക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് സുരേഷ് ഗോപി MP പറഞ്ഞു. എന്താണ് അധികാര പരിധിയിൽ വെച്ച് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് വ്യക്തമായ ധാരണയുണ്ടെന്നും സുരേഷ് ഗോപി തൃശ്ശൂരിൽ പറഞ്ഞു. 14 ജില്ലയിലും താൻ പോകും. ഇത് തടയാൻ പറ്റില്ല. അവിടെയും ഇവിടെയും തെന്നിത്തെറിച്ച് കിടക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി ഇത് തടയാൻ കഴിയില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അത് നടപടിയെടുക്കാൻ വേണ്ടി കൊടുത്തു. പഞ്ചായത്ത് അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യേണ്ടതുണ്ട്. അതും അവിടെ വ്യക്തമായി. അത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പഞ്ചായത്തിനെ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മര്യാദയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് ചെയ്യിക്കാനുള്ള മിടുക്ക് ആ സഭയിൽ ഉള്ളവർക്ക് ഉണ്ടാവണമെന്നുള്ള വിളംബരവും നടത്തിയിട്ടാണ് പോയത്. ഇതാണ് മറ്റവരെ ഇത്തിരി ഇത്തിരി അസുഖം അവർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് തുടർന്നാൽ ഇതിന് ഞാൻ 14 ജില്ലയിലേക്കും പോകുന്നുണ്ട്. ഇത് തടയാൻ ആർക്കും പറ്റില്ല. ഇതൊരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക്, ഒരു മന്ത്രി എന്ന നിലയ്ക്ക് എൻ്റെ അവകാശമാണ്. ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ അവിടെ ഇവിടെയും തന്നെയും തെറിച്ച് കിടക്കുന്ന ചില കൈപ്പഴകളൊക്കെ എടുത്ത് ചൂണ്ടിക്കാണിച്ച് ഈ തീപ്പന്തം തീഗോളം കെടുത്താമെന്ന് ഒരുത്തനും വിചാരിക്കില്ല, നടക്കില്ല. കേട്ടോ? MP സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സിനിമയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നാണ് മറ്റൊരു ആരോപണം. എന്തിന് സിനിമയിൽ നിന്ന് ഇറങ്ങണം? സിനിമയിൽ നിന്ന് ഇറങ്ങാൻ സൗകര്യമില്ലെന്നും ഭരത് ചന്ദ്രന് ചങ്കൂറ്റമുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്കും അതുണ്ടെന്നും സുരേഷ് ഗോപി. അതിനൊക്കെയുള്ള ചങ്കുറപ്പ് ഭരത്ചന്ദ്രനുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിക്കുണ്ട്. ഈ സിനിമയിൽ ഇറങ്ങിയിട്ടില്ല, അതാണ് വേറെ. എന്തിന് സിനിമയിൽ ഇറങ്ങണം? സിനിമയിൽ ജനങ്ങൾ കൈയടിച്ച ആ പടം 100 ദിവസമൊക്കെ അന്ന് ഓടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ സിനിമകൾ ഓടിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യം അതാണ്. സിനിമയിൽ നിന്ന് ഇറങ്ങാൻ സൗകര്യമില്ല. അങ്ങനെ തന്നെ അത് ജനപക്ഷമാണ്. എന്തൊക്കെയാണ് വൈപ്പിനിലെ കുടിപ്രശ്നം, കുടിവെള്ള പ്രശ്നം ചർച്ച ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടില്ല. സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി നിങ്ങൾ 400 ചില്ലാനം കോടി അവിടെ ചെലവാക്കുന്നു. തുച്ഛമായ കോടികൾ മതി വൈപ്പിനിലുള്ളവർക്ക്. ഇത് പറഞ്ഞ രാഷ്ട്രീയമാകും. അത് രാഷ്ട്രീയ വികസനത്തിന്റെ ഭാഗമാണ്. അതിൽ സിനിമ ഭാഗമാക്കാവുന്നതാണ്. പക്ഷെ അതുപോലും അവരെ പ്രചോദിപ്പിച്ചിട്ടില്ല. അല്ലേ? അവർക്ക് നിവേദനം വേണം, അത് നിഷേധിക്കപ്പെടണം എങ്കിൽ മാത്രമേ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി അതൊക്കെ അവർ ചെയ്തോട്ടെ, നല്ലതാണ്. അത് എല്ലാവരും ചേട്ടന് ഒരു വീട് കിട്ടിയതിൽ സന്തോഷമാണ്, നല്ല കാര്യം. ഇനിയും ഞാൻ ഇതുപോലെ വേലായുധൻ ചേട്ടന്മാരെ അങ്ങോട്ട് അയക്കും. പാർട്ടി അങ്ങോട്ട് തയ്യാറെടുത്തിരുന്നോളൂ. ഞാനൊരു ലിസ്റ്റ് അങ്ങ് പ്രഖ്യാപിക്കും. കേട്ടോ? ഒരു ചേട്ടന് വീട് കിട്ടിയല്ലോ, സന്തോഷമുണ്ട്. വേലായുധൻ ചേട്ടന്മാരെ ഇനിയും അങ്ങോട്ട് അയക്കും. പാർട്ടിയെ കൊണ്ട് നടപടിയെടുപ്പിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കലൂർ മാങ്കുറിശി പാതയിൽ ട്രാൻസ്ഫോമറുകൾക്ക് കൈവരി സ്ഥാപിച്ച് സുരക്ഷ ഏർപ്പെടുത്തണമെന്ന ആവശ്യം ശക്തം. പാതയോരത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ കാൽനട യാത്രക്കാർ ഉൾപ്പെടെ ഇവ ഭീഷണിയാണ്. പാതയിലും കൈവഴികളിലും കയ്യെത്തും ദൂരത്താണ് ഇവ സ്ഥാപിച്ചിട്ടുള്ളത്. കല്ലൂരിലുള്ള ട്രാൻസ്ഫോമറിന് ചുറ്റും വേലിയില്ല. കാൽനട യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഭീഷണിയാണെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ KK റഹ്മാൻ പറഞ്ഞു. പറളി KSEBയുടെ കീഴിലാണ് ഈ ട്രാൻസ്ഫോമറുകൾ. സുരക്ഷാ വേലി കെട്ടണമെന്നാണ് ആവശ്യം. റോഡോരത്ത് 2 ട്രാൻസ്ഫോമർ ഉണ്ട്. ഇത് അപകട ഭീഷണിയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ തർക്കശ്ശേരി സർവീസ് ബാങ്കിന് സമീപം മറ്റൊരു ട്രാൻസ്ഫോമർ ഉണ്ട്. ഇതെല്ലാം അപകട ഭീഷണിയാണ്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. കേരളത്തിലെ സമസ്ത മേഖലകളിലും അരാജകത്വം കൊടികുത്തി വാഴുകയാണെന്ന് BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. മുരളീധരൻ.
അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ നടപടികളാണ് ഇടതു സർക്കാർ നടപ്പാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ BMS നടത്തുന്ന പദയാത്രകളുടെ ഭാഗമായി പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ആരംഭിച്ച പദയാത്ര മേൽമുറിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടത് ഗവൺമെന്റിന്റെ ജനദ്രോഹ തൊഴിലാളി വഞ്ചക നയങ്ങൾക്കെതിരെ BMS നടത്തുന്ന പഞ്ചായത്ത് തല പദയാത്രകളുടെ ഭാഗമായാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പദയാത്ര ആരംഭിച്ചത്. പരമ്പരാഗത മേഖലയിൽ 5 ലക്ഷം പേർക്ക് തൊഴിൽ നഷ്ടമായി എന്ന് പറഞ്ഞത് CPI ആണ്. കേരളത്തിൽ സ്വകാര്യ കരാർവൽക്കരണം തകൃതിയായി നടത്തുമ്പോഴാണ് തൊഴിലാളി സംഘടനകളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യിക്കുന്നത്. ചോദിക്കുമ്പോഴെല്ലാം പണം തരണം അല്ലെങ്കിൽ കടമെടുക്കാൻ അനുമതി തരണം എന്നാണ് കേരള സർക്കാർ ലൈൻ. കേരളത്തിന്റെ സകല സമ്പത്തും മുടിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും അഡ്വക്കേറ്റ് P. മുരളീധരൻ പറഞ്ഞു. രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ച ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറി. ഭൂനികുതി നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഭൂനികുതി ഓരോ ഘട്ടത്തിൽ ആരോടും പറയാതെ വ്യത്യസ്തമായ സമയങ്ങളിൽ ഭൂനികുതി നല്ല രൂപത്തിൽ വർദ്ധിപ്പിച്ച ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. പലപ്പോഴും പല സമയങ്ങളിലായിട്ട് ഭൂനികുതി നല്ല രൂപത്തിൽ വർദ്ധിപ്പിച്ചു. അത്തരത്തിൽ നമുക്കറിയാം ഓരോ മേഖലകളിലും എല്ലാ സ്ഥലങ്ങളിലും മൃഗീയമായ രൂപത്തിൽ ടാക്സ് സംവിധാനം ചുമത്തിക്കൊണ്ട് ഇവിടുത്തെ സാധാരണ ജനവിഭാഗങ്ങളെ വലിയ ദരിദ്രത്തിലേക്ക് തള്ളി മാറ്റിക്കൊണ്ടുള്ള ഒരു ഭരണമാണ് കഴിഞ്ഞ 9 വർഷമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ പഞ്ചായത്ത് സംവിധാനം. സാധാരണ ഒരു തൊഴിലാളി അവനൊരു വീട് വെക്കണം. ഒരു വീട് വെക്കണമെങ്കിൽ കഴിഞ്ഞ കാലം അത്രയും ഏകദേശം 1000 രൂപ ഫീസ് അടക്കണം. ഒരു പെർമിറ്റ് പാസ്സാകണമെങ്കിൽ 1000 രൂപ ഫീസ് അടക്കേണ്ട കേരളത്തിലെ പഞ്ചായത്ത് ഓഫീസുകളിൽ കഴിഞ്ഞ 2 വർഷം മുമ്പേ 1000 അടക്കേണ്ട ഫീസ്, പെർമിറ്റ് ഫീസ് 50,000 രൂപയിലേക്ക് ഉയർത്തിയ ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. മേഖലാ പ്രസിഡന്റ് M. ദണ്ഡപാണി അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടനത്തിനു ശേഷം ജാഥ ക്യാപ്റ്റൻ S. രാജേന്ദ്രന് പതാക കൈമാറി. പദയാത്രയ്ക്ക് B. വിജയരംഗം, ഗുരുവായൂർ കുട്ടി, രാസുട്ടി, അർജുൻ, രാജേഷ്, മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂരിൽ ഭാരതപ്പുഴ പുനരുജ്ജീവനവും സൗന്ദര്യവൽക്കരണത്തിൻ്റെയും പദ്ധതി പ്രവൃത്തികൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. ഭാരതപ്പുഴ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഷൊർണൂർ നഗരസഭയുടെ സുപ്രധാനമായ പ്രൊജക്റ്റാണിത്. 20 കോടി രൂപയുടെ പദ്ധതിക്ക് ആദ്യഘട്ട പ്രവൃത്തികൾക്കായി ഇതിനകം 5 കോടി രൂപ അനുവദിച്ചു. ഷൊർണൂർ നഗരസഭയുടെ സുപ്രധാന പ്രൊജക്റ്റുകളൊന്നാണ് ഭാരതപ്പുഴ പുനരുജ്ജീവനവും സൗന്ദര്യവൽക്കരണവും. ഏതാണ്ട് 20 കോടി രൂപയാണ് പദ്ധതിക്കായി വരുന്നത്. ആദ്യഘട്ട പ്രവൃത്തികൾക്കായി ഇതിനകം 5 കോടി രൂപ ലഭിച്ചു കഴിഞ്ഞതായും വെള്ളിയാഴ്ച പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കുമെന്നും നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് STVയോട് പറഞ്ഞു. അതിൻ്റെ ആദ്യഘട്ടത്തിൽ 5 കോടി കിട്ടി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാലിക്കറ്റ് NIT DPR എല്ലാം തയ്യാറാക്കി. അതനുസരിച്ച് കൊണ്ടുള്ള പ്രവൃത്തിയുടെ ഉദ്ഘാടനം നേരത്തെ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. അത് പ്രവൃത്തി ആരംഭിക്കുകയാണ് ഈ വരുന്ന വെള്ളിയാഴ്ച. റിജുവിനേഷൻ പ്രോജക്റ്റിന്റെ ബ്യൂട്ടിഫിക്കേഷൻ പ്രോജക്റ്റിന്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. ഇത് നഗരസഭയെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഭാരതപ്പുഴ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ്. അപ്പം അതിന് തുടക്കം കുറിക്കുന്നു എന്നുള്ളത് നമുക്ക് ഷൊർണൂരുകാർക്ക് ഏറെ അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നതാണ്. കാലിക്കറ്റ് NIT ആണ് പദ്ധതിയുടെ DPR തയ്യാറാക്കിയത്. ഇതനുസരിച്ച് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ആദ്യവാരത്തിൽ പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചിരുന്നു. ഭാരതപ്പുഴ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഷൊർണൂർ നഗരസഭയുടെ പ്രധാന പ്രൊജക്റ്റ് കൂടിയാണിത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ശാസ്ത്രം വളർന്നിട്ടും അന്ധവിശ്വാസങ്ങൾ വളരുന്നതിന് പിന്നിൽ മതസംഘടനകളാണെന്ന് ഓൾ ഇന്ത്യ പ്രോഗ്രസീവ് ഫോറം ദക്ഷിണ മേഖലാ പ്രസിഡന്റ് കെ മുരളീധരൻ പിള്ള. പാലക്കാട്ടെ ഓൾ ഇന്ത്യ പ്രോഗ്രസീവ് ഫോറം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു രീതി ഈ അടുത്ത കാലത്തായിട്ട് വളരെ കൂടുതലായും കണ്ടുവരുന്നു. അത് ഏതൊക്കെ രീതിയിൽ മനുഷ്യൻ്റെ ജീവിതത്തെ അല്ലെങ്കിൽ മുന്നോട്ടുള്ള വികാസ പ്രക്രിയയൊക്കെ ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്.
ശാസ്ത്രബോധം ഇല്ലാത്തതാണോ കുഴപ്പം എന്ന് ചോദിച്ചാൽ ഇല്ലാത്തതല്ല. ശാസ്ത്രബോധമുണ്ട്. പക്ഷെ ശാസ്ത്രബോധം ഉള്ളവരിൽ പോലും ഇത്തരം അന്ധവിശ്വാസങ്ങൾ രൂഢമൂലമാക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നുണ്ടാകും. അതിൽ കൺവീനർ നാദിദാസ് അധ്യക്ഷത വഹിച്ചു. ദക്ഷിണമേഖലാ സെക്രട്ടറി SM നജീബ് മുഖ്യപ്രഭാഷണം നടത്തി. SPTRA അഖിലേന്ത്യാ പ്രസിഡന്റ് KS കൃഷ്ണ, C തങ്കപ്പൻ, C ചന്ദ്രൻ, G മോഹനൻ, SV സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിൽ കൺവീനറായി K നാബിദാസ്, ജോയിന്റ് കൺവീനറായി C തങ്കപ്പനെയും 25 പേർ അടങ്ങുന്ന ജില്ലാ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് KSU നടത്തിയ SP ഓഫീസ് മാർച്ചിൽ സംഘർഷം. മാർച്ച് നടത്തിയത് പോലീസ് പീഡനമാരോപിച്ച്. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. UDF അധികാരത്തിൽ വന്നാൽ ചില പോലീസുകാർ അഴിയെണ്ണിയും അലഞ്ഞുതിരിഞ്ഞും നടക്കേണ്ടി വരുമെന്ന് KPC അംഗം റിജിൽ ചന്ദ്രൻ മാക്കുറ്റി. ഷൊർണൂർ കുളപ്പള്ളി പാതയിലെ അറ്റകുറ്റപ്പണികളിൽ വലിയ അപാകതയെന്ന പരാതി. ആരോപണമുന്നയിച്ച് നഗരസഭ BJP കൗൺസിലർമാർ രംഗത്ത്. ഷൊർണൂരിലെ ജനങ്ങളോട് MLA മറുപടി പറയണം. പ്രവൃത്തികൾ ഈ രീതിയിൽ മുന്നോട്ടു പോവുകയാണെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് BJP നേതൃത്വം നൽകുമെന്നും മുന്നറിയിപ്പ്. 10 വർഷം കൊണ്ട് കേരള പോലീസ് സംവിധാനം തകർന്നുവെന്ന് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് പാർട്ടിക്കാരുടെ ഏറാമൂലികളായി മാറി. പാവങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നീതിയില്ല. ശുചിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും രമേശ് ചെന്നിത്തല. സുരേഷ് ഗോപി MP നിവേദനം വാങ്ങാത്ത സംഭവം. കൈപ്പിഴകൾ ഉയർത്തിക്കാട്ടി കലുങ്ക് വികസന സംവാദത്തിന്റെ പൊലിമ കുറയ്ക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് സുരേഷ് ഗോപി MP. എന്താണ് അധികാരപരിധിയിൽ വെച്ച് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് കൃത്യമായ ധാരണയുണ്ടെന്നും സുരേഷ് ഗോപി MP. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കും. നന്ദി, നമസ്കാരം.